നമുക്കറിയാം, സിദ്ധാർത്ഥിൻ്റെ കൊലപാതകമാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും വിങ്ങലായി നിറയുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷി മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. SFIക്കാർ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിക്കൊന്നു എന്ന് മാതാപിതാക്കൾ തന്നെ ആരോപിക്കുന്ന ശ്രീ സിദ്ധാർത്ഥിനെ ഒരു വധശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും വധശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ്. ആൾക്കെതിരായിട്ടുള്ള ഒരു ആരോപണം, വ്യാജ ആരോപണം സൃഷ്ടിച്ച് അയാളെ അപമാനിക്കാൻ വേണ്ടി മരിച്ചുപോയ ആ പാവം വിദ്യാർത്ഥിയെ, കൊല ചെയ്യപ്പെട്ട ആ വിദ്യാർത്ഥിയെ ക്രൂരമായി അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അതിലൊരു പരാതി ഉണ്ടാക്കുക, ആ പരാതി മരിച്ചതിന് ശേഷം കൊടുക്കുക, പിന്നീടത് വേറെ രീതിയിൽ ഈ പ്രതിയായിട്ടുള്ള ആൾ തന്നെ ആ കമ്മിറ്റിയിൽ ഉണ്ടാകുക. നിങ്ങൾക്കറിയാമല്ലോ, ആന്തൂരിൽ തളിപ്പറമ്പിലെ സാജൻ ഇതുപോലെ അത് ആത്മഹത്യയാണ്. ആത്മഹത്യ ചെയ്തപ്പോൾ സാജൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സർക്കാരോ മുനിസിപ്പാലിറ്റിയോ അല്ല എന്ന് വരുത്തി തീർക്കാൻ സാജൻ്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ള വ്യാജമായ പരാതികളും കഥകളും പ്രചരിപ്പിച്ചതുമാണ്. സിദ്ധാർത്ഥിനെയും സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തെയും വീണ്ടും ഇവർ അപമാനിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രതികൾ കേരളം നിയമത്തിൻ്റെ മുന്നിൽ പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രതികൾ അവർ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ വയനാട് ജില്ലയിലെ CPMൻ്റെ മുതിർന്ന നേതാവ് തന്നെ ഹാജരാവുകയാണ് ഇവർക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ പിള്ളേരെ എങ്ങനെ കളയാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു CPM നേതാവ് പരസ്യമായി വന്ന് കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു ക്രൂരമായ കൊലപാതകത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അവരെ എല്ലാം തട്ടിമാറ്റി അവിടെ പോയി അന്വേഷണ ഉദ്യോഗസ്ഥരെ വരെ വരുത്തുകയാണ്. ഈ പ്രതികളെയും കൊണ്ട് വന്നത് ഇവരെ ഒളിപ്പിച്ചിരിക്കുന്നത് CPM ആണ്. മുഴുവൻ പ്രതികളെയും ഒളിപ്പിച്ചിരിക്കുന്നത് CPM ആണ്. അവരെ പുറത്തിറക്കാൻ CPM നേതൃത്വം തയ്യാറാവണം. മുഖ്യമന്ത്രി വീണ്ടും ഇതുപോലത്തെ സംഭവം വരുമ്പോൾ മഹാമൗനത്തിൻ്റെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ആ മൗനത്തിൻ്റെ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നു കേരളത്തിൻ്റെ രക്ഷാകർത്താക്കളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് വെറ്ററിനറി സർവകലാശാലയിൽ നടന്നത്. അതിനെക്കുറിച്ചൊരു വാക്കുപോലും സംസാരിക്കാൻ എന്തുകൊണ്ടാണ്? കുറ്റബോധം കൊണ്ടാണെങ്കിൽ നല്ല കാര്യം മുഖ്യമന്ത്രിക്ക്. കാരണം ഇവരെ അഴിഞ്ഞാടാൻ, ഈ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ കേരളത്തിൽ എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. കല്യാശ്ശേരിയിൽ ചെടിച്ചട്ടി കൊണ്ടും ഇരുമ്പ് വടി കൊണ്ടും അതുപോലെ ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ചവർക്കെതിരായി പോലീസ് വധശ്രമത്തിന് കേസെടുത്തപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് വ്യാഖ്യാനിക്കുകയും ഇനിയും തുടരും എന്ന് പറയുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ആഹ്വാനമാണ് SFIയിലെയും DYFIയിലെയും ക്രിമിനലുകൾ കേരളത്തിൽ അഴിഞ്ഞാടുന്നതിനുള്ള കാരണം. ഒരു SIയുടെ ചെവി അടിച്ച് കർണപടം പൊട്ടിച്ചു, ഡയഫ്രം പോയി ചെവിയുടെ. SFI നേതാവ് വേറെ ഒരാൾ ജീപ്പിൻ്റെ മുകളിൽ കയറിയിരുന്ന് SIയെ ചാലക്കുടിയിൽ പേപ്പട്ടിയെ പോലെ വഴിയിലിട്ട് തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രശേഖരൻ്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കല പോലെ ചിതറിക്കും എന്ന് പ്രസംഗിച്ച CPM നേതാക്കളുടെ അതേ വഴിയിലാണ് പുതിയ തലമുറയിൽപ്പെട്ട DYFIക്കാരും SFIക്കാരും. ഈ ക്രിമിനലുകളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ഉള്ള തീവ്രമായ പരിശ്രമം ഞങ്ങൾ ഇറങ്ങിയാണ്.